ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫാമസ്റ്റൻ ഗ്രേഡ് 2 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതായത് ഇതിൻ്റെ നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് എത്ര പേര് കൺഫർമേഷൻ കൊടുക്കാതിരുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ പറ്റും. PSC അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്ത് വിട്ടിരിക്കുകയാണ്. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആവും എക്സാമിനേഷൻ, നിങ്ങൾക്ക് എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് കിട്ടാൻ, നിങ്ങളുടെ പഠനം ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അനാലിസിസ് ചെയ്യാനുള്ള ഏറ്റവും റൈറ്റ് ടൈമാണിത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പറാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 32/2024 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 4/1/2025 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ജനുവരി മാസത്തിൽ തന്നെ ഈ എക്സാം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനിയും ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏതാണ്ട് 162ഓളം വേക്കൻസികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ആ ഒരു സമയത്ത് മൊത്തം ഉദ്യോഗാർത്ഥികൾ, അതായത് ഇതിനുവേണ്ടി അപേക്ഷ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 3924 പേരായിരുന്നു. അതായത് 4000ഓളം അടുത്ത ആൾക്കാർ ഇതിന് അപേക്ഷിച്ചിരുന്നു. 3924 പേര് ഇതിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ കൺഫർമേഷൻ കൊടുത്തത്, അതായത് കുറച്ച് പേര് കൺഫർമേഷൻ കൊടുക്കാതിരുന്നു. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം മാത്രം എടുക്കുമ്പോൾ 3251 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. 673 പേരോളം കൺഫർമേഷൻ കൊടുക്കാതെയോ അവരുടെ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെട്ടോ പുറത്തു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് നമ്മുടെ എണ്ണം, അതായത് നമ്മൾ മത്സരിക്കേണ്ടുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3251 എന്ന് പറയുന്നൊരു ചെറിയ നമ്പറിനോട് മാത്രമാണ് നമ്മൾ മത്സരിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതൊരു ഘടകം കൂടി മനസ്സിലാക്കേണ്ടത്, അന്നുണ്ടായിരുന്ന വേക്കൻസി അല്ല ഇന്ന് നിലവിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴുള്ള വേക്കൻസി. ഇനിയും ഇത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസിയും അന്നുണ്ടായ വേക്കൻസി ആയിരിക്കില്ല. കാരണം അന്ന് 160 162 വേക്കൻസി ആണെങ്കിൽ ഇന്ന് ആ വേക്കൻസി എന്ന് പറയുന്നത് 250 എത്തിയിരിക്കണം. ഇനി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന്റെ കാലാവധി തീരുമ്പോഴേക്കും ചിലപ്പോൾ അത് 250 300 വരെയൊക്കെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു PSC പരീക്ഷയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ജനറൽ PSC എന്ന് പറയുന്നൊരു വലിയ ക്യാൻവാസിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്, അതായത് 3251 പേര് മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതാണ്ട് 300ഓളം വേക്കൻസികൾ ജനറേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളിടത്ത് അതിന്റെ ഏതാണ്ട് 10 ഇരട്ടി മാത്രമാണ് ആൾക്കാർ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 3000 അല്ലെങ്കിൽ 3251. ഈ 3251 തന്നെ പരീക്ഷ എഴുതാത്ത ആൾക്കാർ കുറച്ചുണ്ടാകുമെന്ന് കണക്കാക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ അസൗകര്യം മൂലമോ അല്ലെങ്കിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല എംപ്ലോയ്മെന്റിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കൻസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അതായത് നിങ്ങൾ കൃത്യവും വ്യക്തവുമായി പ്രിപ്പയർ ചെയ്താൽ ഇതിലെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് 300ഓളം വേക്കൻസികൾ നിയമനം നടക്കാൻ സാധ്യതയുള്ള ഒരു തസ്തികയിൽ വളരെ നമ്പർ ഓഫ് കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ തന്നെ, അതായത് ആ കാൻഡിഡേറ്റ്സ് തന്നെ എഴുതുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആ എഴുതുന്നവരിൽ തന്നെ നന്നായിട്ട് പഠിച്ചെഴുതുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, ഇനിയുള്ള ദിവസം കൂടി നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്താൽ മറക്കണ്ട, ഇത് നിങ്ങൾക്കുള്ള ജോലിയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടുന്ന ജോലിയാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് എടുത്ത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റാങ്ക് ബൂസ്റ്റിംഗ് ടെസ്റ്റ് സീരീസിന്റെ കാര്യമാണ്. നമ്മൾ ഏതാണ്ട് 5000-ലധികം ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെസ്റ്റ് സീരീസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് വെറും 500 രൂപ മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിന് ചെലവ് വരുന്നത്. നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ കയറി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെസ്റ്റിനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ടോപ്പിക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, മൊഡ്യൂൾ ടെസ്റ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് കണ്ടന്റുകൾ തീർത്തു പോകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു റാങ്ക് പോസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നത് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. അപ്പം നിങ്ങളത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ ഉള്ളൂ, 500 രൂപ മാത്രമാണ് ഇതിന് ചിലവ് വരുന്നത്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ കയറി എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏണസ്റ്റ് അക്കാഡമിക്ക്
സൃഷ്ടിക്കാൻ പറ്റിയിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് ആണ്. നമുക്ക് 1, 2, 3 റാങ്കുകളൊക്കെ എല്ലാ പരീക്ഷകളിലും നിരന്തരം ഇപ്പോൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതമല്ലാത്തൊരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ റിസൾട്ടിന് ഫലമായിട്ട് ഈ റാങ്കുകൾ, ഉയർന്ന റാങ്കുകൾ, 1, 2 റാങ്കുകൾ കിട്ടുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി പറയാനുള്ളത് ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2വുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിന്റെ കാര്യമാണ്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഒന്നുകൂടെ പറയാം, 4/1/2025 ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് നമുക്ക് ഒരു ലൈവ് സെഷൻ ഉണ്ട്. പോരാത്തതിന് വാട്സാപ്പ് വഴിയുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സോടുകൂടിയാണ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നത്. അപ്പം മറക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൺ ട്രാക്കിലാക്കി ഈ വരുന്ന സെക്ഷനിൽ തന്നെ നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളത് എഫേർട്ട് നിങ്ങൾ ഇടണമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് കാര്യം. അപ്പോൾ എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്യുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.